നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പച്ച ഇറച്ചിയിൽ വടിവാൾ കയറും സുധാകര. ഓർത്തോ, അമ്പലപ്പുഴയിൽ പാർട്ടിക്കൊരു പോറൽ പറ്റിയാൽ താൻ പിന്നെ ഉണ്ടാകില്ല. ജി സുധാകരന്റെ വീട് വളഞ്ഞ് CPM ഗുണ്ടകളുടെ കൊലവിളി. CPM വിട്ട് അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ജി സുധാകരൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആലപ്പുഴയിൽ കത്തുന്ന പ്രതിഷേധം. കൊലവിളി കടുക്കുന്നതോടെ സുധാകരന്റെ വീടിന് പോലീസ് കാവലേർപ്പെടുത്തിയിരിക്കുകയാണ്. സുധാകരന്റെ വീടിന്റെ പരിസരത്ത് ബാനറുകൾ ഉയർത്തി CPM പ്രവർത്തകർ. കുലംകുത്തികളെ കാലം വർഗവഞ്ചകൻ എന്ന് വിളിക്കും എന്നാണ് ഈ ബാനറിൽ എഴുതിയിരിക്കുന്നത്. ഭഗവതിക്കൽ സഖാക്കൾ എന്ന പേരിലാണ് ബാനർ സ്ഥാപിച്ചിരിക്കുന്നത്. സൈബറിടത്തിലും കൊലവിളികൾ ശക്തമാകുന്നു. TPയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിനക്കും ഇതേ ഗതിയെന്നാണ് ഭീഷണികൾ വരുന്നത്. ഇങ്ങനെ കൊല്ലും തിന്നുമെന്ന ഭീഷണി ശക്തമായിട്ടും ഇടപെടാതെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ. അപ്പോൾ ഈ കൊലവിളികൾ അങ്ങ് തലമ്പത്ത് നിന്നുള്ളവരുടെ അറിവോടെയാണെന്ന് ഏകദേശം വ്യക്തമാകുകയാണ്. പറയുമ്പോൾ സ്വാതന്ത്ര്യം നൽകുന്ന പാർട്ടി, സമൂഹത്തിലെ ഉന്നമനത്തിനും ഉന്നതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പാവപ്പെട്ടവന്റെ എല്ലാ അവകാശങ്ങളും നേടിയെടുക്കുന്നതിനു വേണ്ടി പൊരുതുന്ന പാർട്ടി എന്നൊക്കെയാണ് പറച്ചിൽ. അങ്ങനെ തന്നെ ആയിരുന്നു പിണറായിയുടെ കാലത്ത്. പക്ഷേ കഥയാകെ മാറുകയാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോയാൽ, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പിണങ്ങി മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോയാൽ, അല്ലെങ്കിൽ സ്വതന്ത്രനായി നിന്നാൽ പിന്നെ അവനെ കൊല്ലും തിന്നും എന്നുള്ള കൊലവിളികളാണ് CPMൽ നടക്കുന്നത്. ജി സുധാകരൻ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു മുതിർന്ന നേതാവാണ് CPMന്റെ. അദ്ദേഹത്തിനൊപ്പം വലിയൊരു കൂട്ടം ആളുകളുമുണ്ട്. അതുപോലെ ഒരു നേതാവിന് കടുത്ത അവമതിപ്പുകളാണ് പാർട്ടിയിൽ നിന്നുണ്ടായത്. അതിൽ നിന്നും മനം മടുത്തിട്ടാണ് ജി സുധാകരൻ പാർട്ടി വിട്ടത്. എന്നിട്ടും അദ്ദേഹത്തെ വിടാതെ പിന്തുടരുകയാണ്. കൊല്ലും എന്നുള്ള കൊലവിളികൾ 4 വഴിക്കൂടെയും ഉണ്ടായിട്ടും മുതിർന്ന നേതാക്കൾ തങ്ങളുടെ പ്രവർത്തകരെ അത്തരത്തിലുള്ള കൊലവിളികൾ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം പോലും കൊടുക്കുന്നില്ല. പകരം ഈ കൊലവിളികൾ നടക്കുമ്പോൾ മറ്റൊരു വഴിക്കൂടെ അത് കത്തിച്ചു കൊടുക്കുകയാണ് മുതിർന്ന നേതാക്കൾ ചെയ്യുന്നത്. പാർട്ടിയുമായുള്ള 6.5 പതിറ്റാണ്ടിന്റെ ബന്ധം അവസാനിപ്പിച്ച സുധാകരനെതിരെ പാർട്ടിയുടെ ഉരുക്കുകോട്ടകളിൽ പ്രതിഷേധം ആളിപ്പടരുകയാണ്. കഴിഞ്ഞ ദിവസം ചാരുമൂട്ടിൽ നിന്ന് കരിമുളയ്ക്കൽ ഭുവനേശ്വരൻ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് CPM വലിയ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഈ പ്രതിഷേധ പ്രകടനത്തിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ സുധാകരനെ കൊല്ലും തിന്നും എന്നുള്ള തരത്തിലായിരുന്നു. അമ്പലപ്പുഴയിൽ സുധാകരൻ മത്സരിക്കാൻ ഇറങ്ങുന്നത് CPMന്റെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടാക്കും എന്ന ഭയമാണ് പാർട്ടിയെ പ്രകോപിപ്പിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജില്ലയിലെ ഏറ്റവും കരുത്തനായ മുൻ സാരഥി തന്നെ വിമതനായി രംഗത്തെത്തുന്നത് പാർട്ടി നേതൃത്വത്തിന് വലിയ തലവേദനയായിരിക്കുകയാണ്. അതേസമയം പാർട്ടിക്കെതിരെ ഒന്നും പറയില്ലെന്നും വ്യക്തിഹത്യ നടത്തില്ല എന്നും സുധാകരൻ വ്യക്തമാക്കി. ഞാൻ പാർട്ടി അംഗത്വം ഒഴിഞ്ഞു. ഇനി ഒരു പാർട്ടിയിലോ മുന്നണിയിലോ ചേരാൻ ഉദ്ദേശിക്കുന്നതുമില്ല. അമ്പലപ്പുഴയിൽ ഞാൻ സ്വതന്ത്രനായി ജനവിധി തേടും. ആരുടെയും പിന്തുണ ഇതിനായി തേടിയിട്ടില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. UDF പിന്തുണയോടെയാണ് മത്സരിക്കുന്നതെന്ന വാർത്തകളും അദ്ദേഹം പാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. UDF പിന്തുണയോടെ താൻ മത്സരിക്കുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ലെന്നും അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവിടെ ജി സുധാകരൻ പാർട്ടിക്ക് പുറത്തു പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം വലിയൊരു കൂട്ടം പുറത്തേക്ക് പോകുമെന്ന് CPMന് കൃത്യമായിട്ട് അറിയാം. കാരണം കുറെ കാലങ്ങളായി ആലപ്പുഴയിലെ സുധാകര പക്ഷക്കാർ കടുത്ത എതിർപ്പിലാണ്. പാർട്ടിയോട് തീരാത്ത ഒരു പകയോടെയാണ് ആ കൂട്ടർ കാത്തിരിക്കുന്നത്. കാരണം ജില്ലയിലെ ഒരു മുതിർന്ന നേതാവായിട്ടും അദ്ദേഹത്തെ പാടെ തള്ളിക്കളയുകയും അപമാനിക്കുകയുമായിരുന്നു CPM ചെയ്തുകൊണ്ടിരുന്നത്. പിണറായിയുടെ കണ്ണിലെ കരടായിരുന്നു ഈ അടുത്ത കാലത്തായി സുധാകരൻ. അതുകൊണ്ട് തന്നെ പിണറായി പലരെയും ഇറക്കി സുധാകരനെ പല രീതിയിലാണ് വേട്ടയാടിയിട്ടുള്ളത്. ഇതിലെല്ലാം മനം എടുത്താണ് സുധാകരൻ ഒടുവിൽ പുറത്തേക്ക് പോകുന്നത്. കുറെ കാലങ്ങളായി പുകച്ചിൽ ശക്തമായിരുന്നു. എന്നാൽ സുധാകരൻ ഇങ്ങനെ പുറത്തേക്ക് പോകുമെന്ന് ആരും കരുതിയില്ല. മുൻപ് പുറത്തേക്ക് പോകും എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ, ചില അഭ്യൂഹങ്ങൾ പുറത്തു വന്നപ്പോഴായിരുന്നു സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടന്നത്. എന്നാൽ ഇപ്പോൾ അതും കൈവിട്ടു പോയിരിക്കുകയാണ്. ഒരു തരത്തിലും മയപ്പെടാൻ സുധാകരൻ ഒരുക്കമല്ല. കാരണം അത്രത്തോളം വലിയ അവമതിപ്പ് സുധാകരന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തവരിലൊക്കെ മുന്നിൽ തന്നെയുള്ള നേതാക്കളെ എല്ലാവരെയും അടിച്ചൊതുക്കുന്ന നിലപാടാണ് പിണറായി സ്വീകരിക്കുന്നത്. CPMൽ ഈ നെറികേടുകൾ ആളിക്കത്തുമ്പോഴും അതിൽ എതിർപ്പുള്ള ഒരുപാട് മുതിർന്ന നേതാക്കളുണ്ട്. പക്ഷേ പിണറായിയെ എതിർക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് പലരും മിണ്ടാതെ ഇരിക്കുകയാണ്. സുധാകരന് മാത്രമല്ല, തോമസ് ഐസക്കിന് നേരെയും പാർട്ടി വലിയ വഞ്ചനയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. MA ബേബിയെ താറടിച്ച് ഇട്ടിരിക്കുകയായിരുന്നു. പിന്നീട് അങ്ങ് കേന്ദ്രത്തിൽ കൊണ്ടിരുത്തി.
അങ്ങനെ ഇങ്ങ് തെക്ക് നിന്ന് ഉയർന്നു വരാൻ സാധ്യതയുള്ള എല്ലാ നേതാക്കളെയും വെട്ടിമാറ്റി കഴിഞ്ഞിട്ടുണ്ട് പിണറായി പക്ഷക്കാർ. കാരണം അവർക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളി ഈ പറയുന്ന ഈ മുതിർന്ന നേതാക്കളാണെന്ന് അവർക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് കാലങ്ങളായി ഇവരെ വെട്ടിനിരത്തുന്നത്. പക്ഷേ പാർട്ടി ഓർക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങ് തെക്കോട്ട് പാർട്ടിക്ക് വലിയ വേരുറപ്പ് ഉണ്ടായിരുന്ന മണ്ണിന് വേണ്ടി പണിയെടുത്തവരാണ് ഈ നേതാക്കളെല്ലാവരും. അവരോട് പാർട്ടി കാണിക്കുന്ന ഈ വഞ്ചന അത് ഇങ്ങ് തെക്കോട്ടുള്ള CPM പ്രവർത്തകർ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സുധാകരൻ ഉയർത്തിയ വെല്ലുവിളിയെ രാഷ്ട്രീയമായി നേരിടാനാണ് ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിർണായക ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ സുധാകരനോട് ഇനി മൃദുഭാവം വേണ്ട എന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. സുധാകരനെ പ്രകോപിപ്പിക്കേണ്ട എന്ന ആദ്യ നിലപാട് മാറ്റി. തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനാകും എന്ന പ്രഖ്യാപനം വന്നതോടെ ജാഗ്രതയിലാണ് CPM മുന്നോട്ടു പോകുന്നത്. ജില്ലയിലെ ഭൂരിഭാഗം ലോക്കൽ ഏരിയ കമ്മിറ്റികളും ചേർന്ന് സ്ഥിതി വിലയിരുത്തി. പാർട്ടി അംഗങ്ങളിൽ ഒരാൾ പോലും സുധാകരനൊപ്പം പോകില്ലെന്ന് ഉറപ്പാക്കാനാണ് നീക്കം. അണികളെ കാര്യങ്ങൾ വിശദീകരിച്ച് ബോധ്യപ്പെടുത്താനാണ് നിർദ്ദേശം. ശനിയാഴ്ച വൈകിട്ട് സുധാകരൻ താമസിക്കുന്ന പറവൂരിൽ CPMന്റെ നേതൃത്വത്തിൽ ശക്തി പ്രകടനം സംഘടിപ്പിക്കും. VSന്റെ വീടിന്റെ സമീപത്ത് നിന്ന് ആരംഭിച്ച് സുധാകരന്റെ വീടിന് സമീപം വരെയാണ് പ്രകടനം നടത്തുക. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി ജനവിധി തേടാനുള്ള സുധാകരന്റെ തീരുമാനം കേവലം ഒരു പ്രാദേശിക വെല്ലുവിളിയല്ല, മറിച്ച് CPMന്റെ സംഘടനാ കരുത്തിനും അച്ചടക്കത്തിനും നേരെയുള്ള മൂർച്ചയേറിയ ചോദ്യമായി മാറുകയാണ്. 63 വർഷം പാർട്ടിക്കൊപ്പം സഞ്ചരിച്ച ഒരു മുതിർന്ന നേതാവ് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിക്കെതിരെ പടയൊരുക്കുന്നത് നേതൃത്വത്തെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനും പാലക്കാട് PK ശശിയും ഉയർത്തുന്ന വിമത നീക്കങ്ങൾക്ക് പിന്നാലെ പാർട്ടി തട്ടകമായ ആലപ്പുഴയിൽ തന്നെയുണ്ടായ ഈ പൊട്ടിത്തെറി ഇടതുപക്ഷത്തിന് വലിയ ആഘാതമാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ സുധാകരൻ വിളിച്ചു ചേർത്ത 1 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം അക്ഷരാർത്ഥത്തിൽ CPMനുള്ള കുറ്റപത്രമായിരുന്നു. സംശുദ്ധ പ്രതിച്ഛായയുള്ള സുധാകരനെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാർട്ടിക്കാവില്ല. അതിനാൽ തന്നെ ഇതുവരെ നൽകിയ സ്ഥാനമാനങ്ങൾ എണ്ണിപ്പറഞ്ഞാകും CPM പ്രതിരോധം തീർക്കുക. എന്നാൽ പതിറ്റാണ്ടുകളായി സുധാകരനെ കണ്ടുവളർന്ന സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹത്തിനെതിരെ പ്രചാരണത്തിന് ഇറങ്ങുക എന്നത് വൈകാരികമായി പ്രയാസമുണ്ടാക്കും. VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രതിനിധീകരിച്ച അമ്പലപ്പുഴ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ വൈകാരിക ബന്ധമുള്ള മണ്ഡലമാണ്. സുധാകരൻ എന്ന ജനകീയ നേതാവ് സ്വതന്ത്രനായി വരുമ്പോൾ പാർട്ടിയുടെ പരമ്പരാഗത വോട്ടർമാരിൽ വലിയൊരു വിഭാഗം അദ്ദേഹത്തോടൊപ്പം ചേരാനുള്ള സാധ്യത CPM കേന്ദ്രങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. മുൻപ് MV രാഘവൻ, KR ഗൗരിയമ്മ, TP ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പാർട്ടി വിട്ടപ്പോൾ കേരള രാഷ്ട്രീയത്തിലുണ്ടായ ചലനങ്ങൾക്ക് സമാനമായ ഒന്നാകും സുധാകരന്റെ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആലപ്പുഴയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി മാറ്റാൻ ഈ സുധാകരൻ ഇഫക്റ്റിന് കഴിയുമോ എന്നാണ് രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ CPMന്റെ ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം മുതിർന്ന നേതാക്കളുടെയും അണികളുടെയും കൊഴിഞ്ഞുപോക്ക് പാർട്ടിയെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ 4 മുൻ MLAമാർ പരസ്യമായി വെല്ലുവിളിച്ച് പാർട്ടി വിട്ടത് CPMനെ അസാധാരണമായ പ്രതിസന്ധിയിലാക്കുന്നു. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി, ദേവികുളത്ത് S രാജേന്ദ്രൻ, പാലക്കാട് PK ശശി, ആലപ്പുഴയിൽ സുധാകരൻ എന്നിവരാണ് പാർട്ടിയുമായി കലഹിച്ച് വഴിപിരിഞ്ഞത്. ഇതിൽ 3 പേരുടെയും സ്ഥാനാർത്ഥിത്വം ഉറപ്പായതോടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പാർട്ടിക്കെതിരെ മുൻ സാരഥികൾ തന്നെ അണിനിരക്കുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. സംസ്ഥാന തലം മുതൽ പ്രാദേശിക തലം വരെയുള്ള പ്രമുഖ നേതാക്കൾ പാർട്ടി വിടുന്നതിന് തടയാൻ നേതൃത്വത്തിന് കഴിയാത്തത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്ന ആശങ്ക ശക്തമാണ്. സുധാകരൻ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചതാണ് ഈ കൊഴിഞ്ഞുപോക്കിന്റെ ഒടുവിലത്തെയും ഏറ്റവും പ്രകമ്പനമുണ്ടാക്കിയതുമായ ഉദാഹരണം. പാർട്ടിക്കുള്ളിലെ അവഗണനയും വിഭാഗീയതയുമാണ് പല പ്രമുഖരെയും CPM വിടാൻ പ്രേരിപ്പിക്കുന്നത്. ഐഷ പോറ്റി പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയത് വർഷങ്ങളായുള്ള അവഗണനയെ തുടർന്നാണ്. S രാജേന്ദ്രൻ BJPയിലെത്തിയതും പ്രാദേശിക നേതൃത്വവുമായുള്ള കലഹത്തെ തുടർന്നായിരുന്നു. കണ്ണൂരിലെ രക്തസാക്ഷി ഫണ്ട് ക്രമക്കേട് ഉയർത്തിക്കാട്ടി PV കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ടത് CPMന്റെ കോട്ടകളിൽ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. പാലക്കാട് PK ശശിയും നേതൃത്വവുമായി ഇടഞ്ഞു പുറത്തുപോയത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ്. ചാനൽ ചർച്ചകളിൽ പാർട്ടിയിലെ മുഖമായിരുന്ന റെജി ലൂക്കോസ് ഇപ്പോൾ BJP വക്താവാണ്. മറ്റൊരു ന്യായീകരണ നേതാവ് BN ഹസ്കർ CPM വിട്ട് RSPയിൽ ചേർന്നു.
തിരുവനന്തപുരത്ത് ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി BJPയിലും അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സുജാ ചന്ദ്രബാബു മുസ്ലിം ലീഗിലുമെത്തി. VS പക്ഷക്കാരനായിരുന്ന A സുരേഷിനെതിരെ നടപടിയെടുത്തതും തിരിച്ചടിയായി. മലമ്പുഴയിൽ സുരേഷ് UDFനായി മത്സരിച്ചേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇനിയും പ്രമുഖർ പാർട്ടി വിടുമോ എന്ന ഭീതിയാണ് CPM നേതൃത്വത്തിനുള്ളത്. വിഭാഗീയത തുടച്ചു നീക്കിയ നേതാവായി പിണറായി വിജയൻ പാർട്ടിയിലും സർക്കാരിലും കരുത്തനായി തുടരുമ്പോഴാണ് ഈ പടനീക്കമെന്നത് ശ്രദ്ധേയമാണ്. ഇതിനിടെ ഇടതുപക്ഷത്തെ വിമർശിച്ച് ഗീവർഗീസ് മാർ കൂർലോസ് രംഗത്തെത്തി. G സുധാകരൻ പാർട്ടി വിടാനിടയായ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് കൂർലോസ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പിന്തുണച്ചിരുന്നവരൊക്കെ ഇന്നിപ്പോൾ CPMനെ വിമർശിച്ച് കളത്തിലേക്ക് വരികയാണ്. തുടർഭരണം ഉണ്ടാകരുത്, ഉണ്ടായാൽ CPMന്റെ ധാർഷ്ട്യത്തിന്റെ ആക്കം കൂടുമെന്ന് എഴുത്തുകാരും സാംസ്കാരിക നായകരും വെടിപൊട്ടിച്ചത് CPMന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇടതിനെ തോളിലേറ്റിയിരുന്നവരാണ് ഈ കൂട്ടരൊക്കെ. കൂർലോസും നിശിതമായി വിമർശിച്ചിരിക്കുകയാണ് പാർട്ടിയെ. അദ്ദേഹത്തിന്റെ കുറിപ്പ് നമുക്കൊന്ന് നോക്കാം. ഇടതുപക്ഷം ആത്മപരിശോധന നടത്തണം. കേരളത്തിൽ എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള രാഷ്ട്രീയ നേതാക്കളിൽ മുൻപന്തിയിലാണ് G സുധാകരൻ സഖാവിന്റെ സ്ഥാനം. സമകാലികം മലയാളത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ലേഖനം ഞാൻ എഴുതിയിട്ടുണ്ട്. ഉത്തമനായ കമ്മ്യൂണിസ്റ്റ്, അഴിമതി കറ പുരളാത്ത പൊതുപ്രവർത്തകൻ, മികച്ച മന്ത്രി, നല്ല വായനയും അറിവും പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയുമുള്ള നേതാവ്, ലാളിത്യം ഉൾപ്പെടെ ഇടതുപക്ഷ മൂല്യങ്ങൾ കെടാതെ സൂക്ഷിക്കുന്ന ചുരുക്കം ചില നേതാക്കളിൽ ഒരാൾ. ഈ കാര്യങ്ങളിൽ ശത്രുക്കൾ പോലും മറിച്ചൊരഭിപ്രായം പറയാത്ത ആൾ. അദ്ദേഹവും തന്റെ 63 വർഷം നീണ്ട പാർട്ടി ബന്ധം ഉപേക്ഷിക്കാൻ നിർബന്ധിതനായിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ വലതുവൽക്കരണത്തെക്കുറിച്ചും സമ്പത്തിന്റെ അമിത സ്വാധീനത്തെപ്പറ്റിയും ഏറ്റവും അടുത്ത കാലത്തെടുക്കുന്ന വർഗീയ സന്ധിയെക്കുറിച്ചുമൊക്കെ ചോദ്യങ്ങൾ ഉയർത്തുന്നവരെ പ്രത്യാക്രമണം വഴിയും സൈബർ ആക്രമണം വഴിയും പരിഹാസം വഴിയും നേരിടുന്ന സമീപനം ഇടതുപക്ഷത്തിന് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇടതുപക്ഷത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ അപജയത്തെ വിമർശിക്കുന്നവർക്കാണ് അപജയം എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ കൊണ്ട് എത്ര നാൾ പിടിച്ചു നിൽക്കും? സാധിക്കില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സഖാവ് സുധാകരൻ. ബാക്കി എല്ലാ വിഷയങ്ങളും അങ്ങനെ നിൽക്കട്ടെ. 60 വർഷക്കാലം പ്രസ്ഥാനത്തെ സ്നേഹിച്ച സേവിച്ച ഒരു നേതാവിനെ അദ്ദേഹത്തിന്റെ ജീവിത സായാഹ്നത്തിൽ ചേർത്ത് നിർത്താൻ പോലുമുള്ള മാനുഷിക മൂല്യങ്ങൾ ഇല്ലാതെ പോയാൽ പിന്നെ എന്ത് ഇടതുപക്ഷം, പിന്നെ എന്ത് മാനുഷികത? ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് നേട്ടം? ഇതായിരുന്നു ബിഷപ്പിന്റെ കുറിപ്പ്. അതായത് സുധാകരനോട് പാർട്ടി വലിയ അവമതിപ്പാണ് കാണിച്ചതെന്നും അദ്ദേഹത്തെ തഴയുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹവും മാർ കൂർലോസും വ്യക്തമാക്കുകയാണ്. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു സുധാകരൻ ആ വലിയ വെടി പാർട്ടിക്ക് നേരെ പൊട്ടിച്ചത്. താൻ പാർട്ടി അംഗത്വം ഒഴിഞ്ഞുവെന്നും പാർട്ടി വിട്ടുവെന്നും സുധാകരൻ പ്രഖ്യാപിച്ചത്. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയെ ചതിക്കുകയില്ല, പാർട്ടിയിൽ നിന്ന് മാറിക്കൊടുത്തു. താൻ കാരണം പാർട്ടിക്കിനി തലവേദനയാകില്ലെന്നും സുധാകരൻ പറഞ്ഞു. അമ്പലപ്പുഴയിൽ ഭൂരിപക്ഷം കുറഞ്ഞതിന് തനിക്കെതിരെ എളമരം കരീം അന്വേഷണം നടത്തി. 25 പേജിൽ താൻ കാര്യങ്ങൾ വിശദീകരിച്ചു. അത് വായിച്ചു നോക്കിയില്ല. കരീമിന്റെ റിപ്പോർട്ടിൽ തന്റെ വാദങ്ങൾ ചേർത്തില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ ആലപ്പുഴ ജില്ലയിലെ അംഗങ്ങൾ ഒഴികെ ആരും തന്നെ പിന്തുണച്ചില്ല. മറ്റുള്ളവർ നിശബ്ദരായിരുന്നു. അവർക്ക് കാര്യങ്ങൾ അറിയാമെന്നും സുധാകരൻ പറഞ്ഞു. വിമർശനങ്ങൾക്ക് കീഴടങ്ങില്ല. പാർട്ടി രീതി പറഞ്ഞുകൊണ്ടേയിരിക്കും. MLAയും മന്ത്രിയുമായി. ഇനി എന്താ അയാൾക്ക് വേണ്ടതെന്നാണ് ചിലർ ചോദിക്കുന്നത്. അത് മാർക്സിസ്റ്റ് രീതിയല്ല. മരിക്കുന്നതുവരെ ലെനിൻ റഷ്യയിലെ ഭരണാധികാരിയായിരുന്നു. മാവോയും കാസ്ട്രോയും അധികാരത്തിലിരുന്നു. അവരോട് താഴെ ഇറങ്ങാൻ പറയുമോ എന്നും G സുധാകരൻ ചോദിച്ചു. തനിക്ക് വലിയ ചതിയാണ് പാർട്ടിയിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത് എന്ന് അദ്ദേഹം പച്ചയ്ക്ക് പറയുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ കൊല്ലും തിന്നും എന്നുള്ള വെല്ലുവിളികളുമായി CPMന്റെ ഒരു കൂട്ടർ രംഗത്തേക്കിറങ്ങുന്നു. അവരെ തടയാൻ ഈ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് പിണറായിയും MV ഗോവിന്ദനെ പോലെയുള്ളവർ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.